സ്വാർത്ഥതയിലേക്ക് ശ്രദ്ധ തിരിയുമ്പോൾ ആ ദുഃഖത്തിന്റെ തീവ്രതയും അവർക്ക് പറയൂ. ഒരാള് സ്ഥിരം ലോട്ടറി എടുക്കുന്ന ഒരാളുണ്ടായിരുന്നു പാറശാലയിൽ. ഇടയ്ക്കിടയ്ക്ക് ഇയാളിങ്ങനെ ലോട്ടറി മേടിക്കും. ഒരു 2-3 ലക്ഷമെങ്കിലും അയാൾ ലോട്ടറിക്ക് ചെലവഴിച്ചിട്ടുണ്ട്. എത്ര? ഇങ്ങനെ ലോട്ടറി എടുത്ത് ഈ മനുഷ്യന് ഭയങ്കര ഹാർട്ട് അറ്റാക്ക് അടിച്ചു. ഇത്ര അല്ല, ഇയാൾക്ക് ഹാർട്ട് അറ്റാക്ക് അടിച്ചു. ഹാർട്ട് അറ്റാക്ക് അടിച്ചു എന്ന് മാത്രമല്ല, ഭയങ്കര സിവിയർ ആയിപ്പോയി. കാരണം അത്ര ഇയാളുടെ ഇവിടെയൊക്കെ ഹാർട്ടിലൊക്കെ ചില ബ്രേക്കൊക്കെ വന്ന് ബ്ലീഡിങ് ഒക്കെ വരാൻ തുടങ്ങി. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഇനി അധിക കാലം ഇയാൾ നിൽക്കില്ല. അതുകൊണ്ട് നിങ്ങൾ ഇദ്ദേഹത്തിന് അധികം സ്ട്രെസ് കൊടുക്കരുത്, പേടിപ്പിക്കുന്ന വാർത്തകളൊന്നും പറയരുത്. ഈ സമയത്ത് ഈ മനുഷ്യനെടുത്ത ലോട്ടറിക്ക് സെക്കൻഡ് പ്രൈസ് അടിച്ചു. അതിൽ തന്നെ അടിച്ചിരിക്കുന്നത് തന്നെ ഈ മനുഷ്യന് 50 ലക്ഷം രൂപയാണ്. ഇത്രേ. അപ്പം ഇവർ പറഞ്ഞു, ഇത് അദ്ദേഹത്തിന് അറിയിച്ചില്ലെങ്കിൽ ഒരു വിഷമാണ്, കാരണം ഇത്രയും കാലം ലോട്ടറി എടുത്തിരിക്കുന്ന ഒരാളല്ലേ. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, നിങ്ങൾ പറയണ്ട, ഞാൻ പറഞ്ഞോളാം. ഈ ഡോക്ടർ ചെന്നിട്ട് പറഞ്ഞു, അല്ല സാറിന് ഇങ്ങനെ ലോട്ടറി ഒക്കെ എടുക്കുന്ന സ്വഭാവം ഉണ്ടില്ലേ എന്ന്. അയാൾ പറഞ്ഞു, അത് കേട്ടപ്പോഴേക്കും ഇയാൾക്ക് ജീവൻ വന്നു. കാരണം ലോട്ടറി എടുക്കുന്ന ഇയാളുടെ ഒരു ആവേശമാണ്. പറഞ്ഞു, അങ്ങനെ ആവേശത്തിലൊന്നും പറയണ്ട, പറഞ്ഞാൽ മതി. എടുക്കാറുണ്ട്. അടിക്കാറുണ്ട്. ഓ ധാരാളം, 10 രൂപയ്ക്ക് അടിക്കണതേ. പിന്നെ ഇയാൾ ചോദിച്ചു, ഒരു 50,000 ഒക്കെ അടിച്ചാലേ അതിലൊക്കെ എന്തുണ്ട്. പിന്നെ ചോദിച്ചു, 1 ലക്ഷം രൂപ അടിച്ചാലോ. പിള്ളേർക്കൊക്കെ എന്തെങ്കിലും വാങ്ങിച്ചു കൊടുക്കുന്നത്. 2 ലക്ഷം അടിച്ചാലോ 3 ലക്ഷം അടിച്ചാലോ ഇങ്ങനെ പറഞ്ഞ് അവസാനം ചോദിച്ചു, 50 ലക്ഷം അടിച്ചാൽ എന്ത് ചെയ്യുന്നു. പറഞ്ഞു, 50 ലക്ഷം അടിച്ചതെങ്കിൽ ഞാനത് ഡോക്ടർക്ക് തരുമെന്ന്. ആ ഡോക്ടർ ഹാർട്ട് അറ്റാക്ക് അടിച്ച് മരിച്ചുപോയി. കാരണം അയാൾ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല ഇങ്ങനൊരു ഇയാളൊരു വർത്തമാനം പറയുന്നുള്ളത്. 50 ലക്ഷം ആർക്ക് കൊടുക്കും? ഡോക്ടർ ഇതാ കിടക്കണോ. ഈ പിള്ളേരൊക്കെ കൂടെ വന്ന് നോക്കുമ്പോൾ അച്ഛനുണ്ട് ബോധത്തിലും ഡോക്ടറുടെ ബോധമില്ലാതെയും കിടക്കണം. പിന്നെ അയാൾ വേറെ ICUലേക്ക് മാറ്റി. അപ്പം